ഫൈൻ ആർട്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകിടകളി എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ആ ഒരു സിനിമയിലെ ഒരു പുതുമുഖ നായകനാണ് നമ്മുടെ കൂട്ടുള്ളത്, ദേവസൂര്യ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ പകിടകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്ററൊക്കെ കണ്ടറിയാം, ഒരു കലിപ്പ് സിനിമയാണ് അല്ലേ? എന്താണ് പകിടകളി? എങ്ങനെ ഈ ഒരു സിനിമയിലേക്ക്? പകിടകളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടന്നൊരു ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് അതാണ് നമ്മുടെ വൺ ലൈൻ വരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ കുട്ടികളെ മിസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴും സ്റ്റിൽ ഒരു 10-27 കുട്ടികളോളം തിരിച്ച് വരാനുണ്ട്. അപ്പോൾ അതിലെ ഒരു കുട്ടീനെ തേടി പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ തേടി ഒന്ന് കുറച്ച് യാത്ര ചെയ്യുന്നുണ്ട് തേടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കോലാർ, ചെന്നൈ, ഹൈദരാബാദ് ഇവിടെ എല്ലാം പോയി എല്ലായിടത്തും ഒരു യാത്ര ചെയ്തതും അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളും അവിടെ നമുക്ക് നേരിടേണ്ട പ്രശ്നങ്ങളും നമുക്ക് അവിടെ നിന്ന് കുട്ടീനെ കിട്ടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഈ പകിട കളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വേറെ ഒരു തരത്തിലുള്ള ഒരു ഗെയിം അല്ല, ഗെയിമല്ല, നമ്മൾ ഈ പറഞ്ഞ ഒരു രണ്ട് ഗ്രൂപ്പിൽ മത്സരം ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു പേര് ഈ കഥയിലേക്ക് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചത്, ഇത് നിങ്ങളുടെ ഒരു ജേണി ഈ ഒരു പേരുമായിട്ട് ഉള്ള ഒരു ഗെയിം പോലെയാണ് ഇത്. നമ്മള് ഒരു സ്ഥലത്ത് എത്തുന്നു, പിന്നെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവുന്നു, പിന്നെ നമുക്കൊരു പോസിറ്റീവ് സാധനം വരുന്നു, പിന്നെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നു. അങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്. മൊത്തത്തിലൊരു കളിയാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ ദിശാദിനായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പരിചയമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ ഭയങ്കര എക്സ്പെരിമെന്റൽ മൂവിയാണ്, ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ പറഞ്ഞ വലിയ യൂണിറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് അത്. ശരിക്കും എങ്ങനെയായിരുന്നു അത്? അതായത് ക്യാമറയ്ക്ക് പകരം ഐഫോൺ എന്നുള്ളൂ, ബാക്കി എല്ലാവരും അതേപോലെ തന്നെ നമ്മൾ ടെക്നീഷ്യന്മാരെല്ലാവരും ഉണ്ട് ഈ പടത്തില്. പിന്നെ എക്സ്പെരിമെന്റിൽ ഉപരി നമ്മളിതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ലൈക്ക് ഇങ്ങനെയും പടം ചെയ്യാം എന്നുള്ള. അതായത് എല്ലാ റൂൾസ് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നില്ലെങ്കിലും ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതികളെയൊക്കെ ഒന്ന് മാറ്റി. കൺവെൻഷണൽ ആയിട്ടുള്ള രീതികൾ നമ്മൾ ഇതിൽ എടുത്തിട്ടേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ രീതികളെ മാറ്റിയിട്ടാണ്. അത് നമ്മള് ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നാണ് നമ്മുടെ നിഷാദയ്ക്കും ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഈ പോക്കറ്റിൽ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കാം. അതാണ് നമ്മുടെ പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നായാലും നമ്മൾ എന്തുകൊണ്ട് വൈ നോട്ട് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ ഈ ഒരു മൊബൈൽ വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ തെളിയിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്, ന്യൂ ടാലന്റ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച 80+ ആൾക്കാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾക്ക് നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഫസ്റ്റ് ടൈം ചെയ്യാനൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രിവ്യൂ ഒക്കെ കണ്ടു. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ള ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. ടെക്നിക്കലി ഇവർക്കൊന്നും യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി ബാക്കിയുള്ളൊരു ചെറിയൊരു ഇത് എങ്ങനെ വരും, തിയേറ്ററിൽ വരുമ്പോൾ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഇങ്ങനെ ഐഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് എക്സ്പെൻസ് കുറവെന്തെങ്കിലും, ഞാൻ ചോദിച്ചു ബഡ്ജറ്റ് വൈസ് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഞാൻ സാധാരണക്കാട്ടും ഇനി ആളുകൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും കൂടി അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. നമ്മളൊരു സാധാരണ ഫിലിം ക്യാമറ എടുക്കുകയാണെങ്കിൽ അറിയാമല്ലോ എത്ര ബഡ്ജറ്റ് പെർ ഡേ വെച്ചിട്ട് നമുക്ക് കൊടുക്കണല്ലേ. പിന്നെ സ്വന്തമായിട്ടുള്ള ക്യാമറ ഉണ്ടായിരിക്കുന്നവരായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫണ്ട് നമുക്ക് ഇതിൽ കുറച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നോർമലി ആയാലും ലൈറ്റിങ് കാര്യങ്ങളും യൂണിറ്റും നമ്മൾ പോകുന്നത് ട്രാവലിങ്ങിനും എല്ലാത്തിനും എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ. അതായത് ഇതിന് നമുക്ക് ധാരാളം ഗുണങ്ങളും ഉണ്ട്. ഇത് പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ എത്തുന്നത് വരെ ടെൻഷൻ. നമ്മൾ പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ആശ്വാസമായത്. ഇത് നമ്മൾ ചെയ്തത് വർക്ക് ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് അതിലുപരി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് പടം എങ്ങനെയാണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ എന്നാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ്? നിങ്ങൾ രണ്ടുപേരും, ടിറ്റോയും ദേവയാണ് ഒരു മെയിൻ, നിങ്ങൾ രണ്ടുപേരുടെ ഒരു യാത്രയാണ്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്താണ്, എങ്ങനെയാണത്? നമ്മളിങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പൊ ഞാനും ടിറ്റോനും, എന്റെ ക്യാരക്ടർ പേര് ദേവ തന്നെയാണ്, ടിറ്റോന്റെ ക്യാരക്ടർ പേര് സെബാൻ എന്നാണ്. അപ്പൊ ദേവയും സെബാനും നല്ല കൂട്ടുകാരാണ്. ഇവിടെ നാട്ടിലെ ചെറിയ ചെറിയ പരിപാടികൾ, ഇങ്ങനെ ചെറിയ കുറച്ച് അലമ്പാണ് അങ്ങനത്തെ പരിപാടികളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാര് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് പെടുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങള് ഞങ്ങൾക്കാണെങ്കിൽ അവിടെ പോയി അത് സാധിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാനും പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഇപ്പോൾ യാത്രകൾ കുറെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പല ഭാഷകൾ, പല സംസ്കാരങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു പുതുമുഖം എന്ന രീതിയിൽ, ഒരു പുതുമുഖം നടന്ന രീതിയിൽ ആദ്യ സിനിമയിൽ തന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ സാധാരണ ഒരു സിനിമയിൽ പോയി അല്ല ആ ഒരു എക്സ്പീരിയൻസേ അല്ല. പിന്നെ ഒന്നാമത്തെ കേസ് നമുക്ക് ഫ്രീഡം. ഇപ്പൊ നിഷാദക്കായാലും നിങ്ങള് ഒരു സംഭവം പറഞ്ഞിട്ടാ, നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്നതാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, നിങ്ങൾ ചെയ്യും, നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ക്യാമറ ഇട്ടിരിക്കുന്നത് നമ്മൾ നോക്കണ്ട, പുള്ളിക്കാരെങ്കിൽ നമ്മൾ പകർത്തിക്കോളും. ലൈക്ക് അത് ഞാനിപ്പോ വേറൊരു സെറ്റ് പിന്നെ ഇനി അടുത്തൊരു സിനിമ ചെയ്യാണെങ്കിൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനിവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, മറ്റോടത്ത് ഇങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. ഡയറക്ടർ തന്നെയാണ് DOP, എഡിറ്റിംഗ്, ആക്ഷൻ എല്ലാം പുള്ളിക്കാരന്റെ ഐഡിയയിൽ ആള് പകർത്തിയെടുത്തോളും.
നമ്മള് ക്യാമറ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കണ്ട, അങ്ങനെ ഒരു ഫ്രീഡം ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുള്ളിക്കാരുടെ എന്തും ചോദിക്കാം, എന്ത് ഡൗട്ടിന് ചോദിക്കാം. പുള്ളിക്കാരനും പറയാടാ ചെയ്ത് ശരിയായില്ല എന്നോട് ചെയ്യണമെന്ന് നമ്മളിങ്ങനെ ഇഷ്ടംപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നായാലും. ഇപ്പൊ ടിറ്റോ ആണെങ്കിലും നമുക്കറിയാം അങ്കമാലി ഡയറീസിലൂടെ വന്നിട്ടുള്ളതാണ്, അത്യാവശ്യം സിനിമകളായി. എങ്ങനെയാണ് നിങ്ങളൊരു പുതുമുഖമാണ്, ദേവ ഒരു പുതുമുഖമാണ്, ടിറ്റോ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? എനിക്ക് ടിറ്റോട്ടനെ മുന്നേ അറിയില്ലായിരുന്നു. ടിറ്റോട്ടൻ നിഷാദക്കയുടെ സുഹൃത്താണ്. അപ്പൊ ആ വഴിയാണ് ടിറ്റോട്ടനിൽ വന്നതും. അപ്പൊ നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ ചെറിയൊരു ഇതുണ്ട്, ആർട്ടിസ്റ്റ് അല്ലല്ലോ നമ്മളങ്ങനെ ആർട്ടിസ്റ്റുകളോട് അഭിനയിക്കുമ്പോൾ എന്താ ചെറിയൊരു ടെൻഷൻ. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ തന്നെ അതൊക്കെ പോയി, കാരണം അത്രയും കമ്പനിയാണ് എല്ലാവരും. നമ്മളിപ്പോ ഒരു കൂട്ടുകാർ, റിയൽ ലൈഫിൽ കൂട്ടുകാരിങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ അഭിനയിച്ചത്. നമ്മൾ അഭിനയിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ക്യാമറ വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എങ്ങനെയാണ് നമ്മൾ അവിടെ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, അതേപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്, ഒരു പിടുത്തുണ്ടാവില്ല. പിന്നെ നായിക പുതിയ നായികയാണ് അല്ലെ, അന്നമറിയാണ് ദേവയുടെ പേരായിട്ട്. എങ്ങനെ അവരും പുതുമുഖമാണ്? പുതുമുഖമാണ്. പുള്ളിക്കാരി മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഇവിടെ നാട്ടിൽ തന്നെയാണ് ഷൂട്ട്. എന്റെ കൂടെ മാത്രമാണ് ആ ഒരു കോമ്പിനേഷൻ ഉള്ളത്. അപ്പൊ അത് കുറച്ച് നമ്മുടെ നാട്ടിൽ ചെറിയൊരു സീൻ നമ്മൾ ഇടുക്കി വാഗമണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു നാട്ടിലത്തെ എന്റെ ഒരു പേര് പോലെയുള്ള ഒരു സംഭവമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ സിനിമയാണ്, നായകനായിട്ട് സിനിമയാണ്. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇത് എന്റെ മാത്രമല്ല, ഒരു 150-150 പേരുടെ ഒരു കഷ്ടപ്പാടാണ്. ഇപ്പൊ ഞങ്ങൾ കുറെ നാൾ ഉറക്കമില്ലാണ്ട് ഇരുന്നിട്ട് പണി ചെയ്തിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനായാലും ഇപ്പൊ നമ്മുടെ നിഷാദക്കായാലും അവരുടെ റോളല്ല ചെയ്തേക്കണേ, എല്ലാ റോളും ചെയ്യും. വണ്ടി ഓടിക്കല് തുടങ്ങി, ഇപ്പൊ ക്യാമറ പിടിക്കല്. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അല്ലേ? കുറച്ചൊരു അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും എല്ലാ പണിയും ചെയ്യും. ഇന്ന ആള് ഇന്ന പണിന്നല്ല, ലൈക്ക് അതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ സൈഡിലായാലും പ്രൊഡ്യൂസർ പച്ചനായാലും എന്താ പറയാ, ഭക്ഷണം വാങ്ങി കൊണ്ടുകൊടുക്കുന്ന ജോലി മുതൽ പ്രൊഡ്യൂസർ ചെയ്യുന്ന ജോലി ആയാലും ലൈക്ക് എല്ലാം ചെയ്യും. എല്ലാവരും എല്ലാത്തിനും റെഡിയാണ്. ലൈക്ക് അതാണ് നമുക്ക് അവർക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവുമോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാ പരിപാടിയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇവിടെ എത്തിക്കാൻ പറ്റിയത് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശമായിരുന്ന കാര്യം നടക്കില്ല. അപ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. നിങ്ങൾ April 3-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഒരു ഫോണിലെടുത്ത സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയണല്ലോ. അതാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷ. ഇന്ന് വരെ നമ്മള് ആരും എടുക്കാത്ത റിസ്ക് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ആ റിസ്ക് എങ്ങനെ വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മുടെ സൗണ്ട് പിക്സിനൊന്നും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. 7.1 ഡോൾബി പിക്സലാണ് ഇറക്കിയേക്കുന്നത്. ഇപ്പോൾ ഔട്ടാണെങ്കിലും 4K ഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു സിനിമ കാണുന്ന എഫക്റ്റിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തുക, ഈ ഫോണിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ അതിൽ അങ്ങനെ പറയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ.